നമുക്കിപ്പോൾ എന്താണ് ആശ്രമം മൈതാനത്തേക്ക് വന്നേക്കുന്ന ഒരു ലോഡ് ചെടിയാട്ടോ. വലിയ ഏകദേശം ഒരു 13,000 കിലോ റോസാ ചെടിയും അതേപോലെ തന്നെ അടിപൊളി വെറൈറ്റി വലിയ റോസ്, ചെറിയ റോസ്, അതല്ല സീസൺ പ്ലാന്റ്, അതേപോലെ തന്നെ മുന്തിരി, അതല്ല ഫ്രൂട്ട് പ്ലാന്റുകൾ. അതിന് നമുക്ക് താണ്ട് അടുത്ത ലോഡിൽ താണ്ട് റോസാ ചെടികളാണ്. എങ്ങനെയുണ്ട് റോസാ ചെടികൾ? നല്ല അടിപൊളി റോസുകളാണ്. പിന്നെ എങ്ങനെയുണ്ട് ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് എന്തുകൊണ്ടാണ്? 7 days റോസ് അല്ലേ? 7 days ഉണ്ട്, റെഡ് ബിനാക്ക ഉണ്ട്, സമ്മർ സ്പ്രേ ഉണ്ട്. പോരട്ടെ എല്ലാ ഐറ്റങ്ങളും താണ്ട് റോസ് നോക്കുന്നതാണ്. ഞങ്ങൾ ചുമ്മാ പറയുന്നതായിരുന്നു. ഡബിൾ കളർ ബ്ലാക്ക് റോസ് ഉണ്ട്, ഓർക്ക് റോസ് ഉണ്ട്. അങ്ങനെ ഒരു 13,000 കിലോ റോസാ ചെടിയും അതേപോലെ തന്നെ അടിപൊളി വെറൈറ്റി വലിയ റോസ്, ചെറിയ റോസ്, അതല്ല സീസൺ പ്ലാന്റ്, അതേപോലെ തന്നെ മുന്തിരി, അതല്ല ഫ്രൂട്ട് പ്ലാന്റുകൾ എല്ലാം കൂടെ ചേർന്ന് ഒരു ഫുൾ ലോഡ് സാധനം വന്നേക്കുന്നത്. ഏതാണ്ട് ഒരു ഏച്ചർ ലോഡ് നിറച്ച് നല്ല അടിപൊളി പ്ലാന്റുകൾ ഇപ്പം സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ നമ്മളെ വണ്ടി തുടക്കുന്നത് അതിനകത്ത് ഫുള്ള് സുഹൃത്തുക്കളെ, നമുക്കിപ്പോൾ ആശ്രമ മൈതാനത്തേക്ക് വന്നേക്കുന്ന ഒരു ലോഡ് ചെടിയിൽ താണ്ടെ കുറച്ച് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പെറ്റൂണിയ പ്ലാന്റ് ആണ്. നല്ല അടിപൊളി പ്ലാന്റ്, നല്ല പല തരത്തിലുള്ള കളറുകൾ. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളിത് കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് തീർന്നുള്ള സാധ്യതയുണ്ട്. അന്നേരം പ്ലാന്റ് ഞാൻ അടുത്തോട്ടൊന്ന് നോക്കി. അടിപൊളിയല്ലേ പ്ലാന്റ് കാണാനായിട്ട്? നല്ല അടിപൊളി പ്ലാന്റ്, ഒരു ലോഡ് പ്ലാന്റ് വന്നു. അതിനകത്ത് കുറച്ച് പ്ലാന്റ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ കാണാൻ വാങ്ങാം. ഓക്കെ, അതിന് സുഹൃത്തുക്കളെ താണ്ട് നിങ്ങളെല്ലാവരുടെയും എന്താ പറയുന്നത് അനുഗ്രഹത്തോടു കൂടി നമ്മൾ താണ്ട് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ലോഡ് ഇറക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങളെ സെന്റ് ജൂഡ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സാറായിരുന്നു ശ്യാം സാറേ. എങ്ങനെയുണ്ട് നമ്മളെ ചെടിയുണ്ട്? ചെടി അടിപൊളി ഗംഭീരം. ഞാൻ കണ്ടല്ലേ നേരത്തെ. എങ്ങനെയുണ്ട്? എപ്പോഴും വന്ന് കാണാറുണ്ട്. എപ്പോഴും വന്ന് കാണാറുണ്ട്. തീർച്ചയായും. മാത്രമല്ല ഞങ്ങള് സെന്റ് ജൂഡി പഠിക്കുന്ന സമയത്തുള്ള നമ്മളെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സാറ് അല്ലേ? ഷിബു സാറ്, ശ്യാം സാറ്. സുഹൃത്തുക്കളെ, നല്ല അടിപൊളി ക്രിസാന്തിമം പ്ലാന്റ്, പല തരത്തിലുള്ള നിറത്തിലുള്ള പല വെറൈറ്റി പ്ലാന്റുകൾ താണ്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ താണ്ട് കുറേ ആളുകൾ തിരക്കിടുന്ന പച്ച ക്രിസാന്തിമം, അതേപോലെ മഞ്ഞ ക്രിസാന്തിമം. ഇപ്പോഴാകുമ്പോഴത്തേക്ക് കുറേ വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അതിന് സമയം പോലെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇന്ന് 20-ാം തീയതി എടുക്കുന്ന വീഡിയോ ആണ്. അന്നേരം തീരുന്നതിന് മുമ്പ് വാങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത് ജെറിബറ പ്ലാന്റ് ആണ്. അന്നേരം ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പൂക്കളാണോ നോക്കി നല്ല പോലെ നമുക്ക് സക്കർ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാടൻ വെറൈറ്റി ജെറിബറ പ്ലാന്റ് ആണ്. പൂക്കളുടെ അടുത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഭംഗി അറിയാനായിട്ട് സാധിക്കണം. അതിന് അടുത്തോട്ട് ഞാൻ നോക്കി ആ പൂക്കളുടെ ഭംഗിയൊന്ന് നോക്കി അടിയിലൂടെ പുതിയ ഷൂട്ടുകൾ പൊട്ടിക്കളിച്ച് വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് നല്ല അടിപൊളി പ്ലാന്റുകൾ, ഇപ്പം വന്ന പ്ലാന്റുകളിൽ കുറച്ച് പ്ലാന്റ് 20-ാം തീയതിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതിന് നമുക്ക് താണ്ട് അടുത്ത ലോഡിൽ താണ്ട് റോസാ ചെടികളാണ്. എങ്ങനെയുണ്ട് റോസാ ചെടികൾ? നല്ല അടിപൊളി റോസുകളാണ്. പിന്നെ എങ്ങനെയുണ്ട് ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് എന്തുകൊണ്ടാണ്? 7 days റോസ് അല്ലേ? 7 days ഉണ്ട്, റെഡ് ബിനാക്ക ഉണ്ട്, സമ്മർ സ്പ്രേ ഉണ്ട്. പോരട്ടെ എല്ലാ ഐറ്റങ്ങളും താണ്ട് റോസ് നോക്കുന്നതാണ്. ഞങ്ങൾ ചുമ്മാ പറയുന്നതായിരുന്നു. ഡബിൾ കളർ ബ്ലാക്ക് റോസ് ഉണ്ട്, ഓർക്ക് റോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ മൊത്തം അത് വെറൈറ്റി ആയിരുന്നു. 7 days ആയിരിക്കുന്നത്. പിന്നെ ചെറിയ റോസ് ഉണ്ട്, കാശ്മീരി റോസ് ഉണ്ട്. 2 100 ടൈപ്പ് റോസ്, നല്ല അടിപൊളി റോസുകൾ കൊണ്ടുപോകുന്നുണ്ട്. 3 താണ്ടെ പ്ലാന്റിന് വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഭംഗി ഒന്ന് നോക്കിയതാണ്ട്. എന്നുവെച്ചാൽ ഓർക്കിഡ് റോസ് ഒക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അതുപോലെ ബ്ലാക്ക് റോസ് ഇരിപ്പുണ്ട്, ഓറഞ്ച് വെറൈറ്റി റോസ് ഇരിപ്പുണ്ട്, ചെറിയ റോസ് ഇരിപ്പുണ്ട്, ബ്ലാക്ക് റോസ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ താണ്ടെ ഈ റോസ് നോക്കി നല്ല ഭംഗിയുണ്ട്. ഇതാ റെഡ് മിനാക്ക, സമ്മർ സ്നോ റോസ്, അതേപോലെ തന്നെ താണ്ടെ 7 days ഇതാ നല്ല ഫങ് എന്നുള്ള നല്ല അടിപൊളി 7 days റോസ്. അതേപോലെ താണ്ടെ ഇത് നോക്കി ആ മഞ്ഞ നിറവും ആ ഡാർക്ക് വെള്ളയല്ലത്, ഒരു ക്രീമിഷ് കളർ. എന്താ രസമല്ലേ, നല്ല ഭംഗിയുള്ള പൂക്കൾ താണ്ടെ നിരന്ന് ഇരിക്കുന്നതാണ്. ആശ്രമ മൈതാനത്താണ് ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകൾ താണ്ടെ. അതേപോലെ തന്നെ ഓൺ റൂട്ട് വെറൈറ്റി റോസ്. അങ്ങനെ സുഹൃത്തുക്കളെ താണ്ടെ വീണ്ടും നമുക്ക് വന്നേക്കുന്ന ഒരു ലോഡ് റോസാണ്. വലിയൊരു ലോറി നിറയെ റോസായിട്ട് താണ്ടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇതെല്ലാം ഇറക്കി വെക്കണം. നല്ല അടിപൊളി റോസ് ആയിട്ടോ. നോക്കി ആ പ്ലാന്റൊക്കെ സൈസ് ഒക്കെ കൊള്ളോ, അടിപൊളിയാണ്, കളകാനല്ലേ. അന്നേരം അളിയ നേരെ ഈ പോകുന്നവർ നല്ല ആശ്രമം മൈതാനത്താണ് ലൊക്കേഷൻ. വന്നിട്ട് ആശ്രമം മൈതാനത്ത് ഇപ്പം കൊണ്ടുവന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റോസാ ചെടികൾ, ചട്ടിയിലുള്ള റോസ്, അതേപോലെ കവറിലുള്ള റോസ്. താണ്ടെ റോസിന്റെ സൈസ് ഇനി അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. നല്ല അടിപൊളി റോസാണ് കേട്ടോ. ഇപ്പം വന്നിരിക്കുന്നത്.
എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്, നല്ല ഡാർക്ക് റോസ്, പല വെറൈറ്റി റോസുകളുണ്ട്. ഇപ്പം ആദ്യം വരുന്നവർക്ക് നല്ല നല്ല വെറൈറ്റി കിട്ടും. ആദ്യം വരുന്നവർക്ക് അപ്പം മുട്ടറോസ് എന്ന് പറയുന്ന കണക്ക് നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കിക്കണ്ട് വാങ്ങാനായിട്ട് നേരെ ഇങ്ങ് വന്നേരെ 20-ാം തീയതിയാണ് നമ്മളിപ്പം താണ്ടെ നഴ്സറി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതി ആശ്രമം മൈതാനത്തേക്ക് വന്നേക്കുന്ന ഒരു ഫുൾ ലോഡ് സാധനം താണ്ടെ ലോറി ഒന്ന് കാണിച്ചവനെ താണ്ടെ ഏകദേശം 13,000, 14,000, 15,000, 16,000 കിലോ വരെ വെയിറ്റ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ടോളിൽ കയറുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അന്നേരം അതിന് ഉള്ള പേയ്മെൻറ്റും ഒക്കെ അറിയാമല്ലോ. ഇപ്പം ഡീസലും ഗ്യാസും ഒക്കെ വില കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് താണ്ടെ വന്നേക്കുന്ന ഒരു ലോഡ് റോസാണ്. ഓക്കെ, അടിപൊളിയല്ലേ? ബാ, ഫുള്ള് റോസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ ഫുള്ള് റോസ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഏരിയ ഫുള്ള് റോസ് ആയിരിക്കും കേട്ടോ. അങ്ങനെ താണ്ടെ ബാക്കിയുള്ള ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ലോഡ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിറക്കണം. അതേപോലെ തന്നെ താണ്ടെ അട്ടിയിട്ട് വന്നേക്ക് നോക്കി, അട്ടിയിട്ട് വന്നേക്കുന്നതാണ്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഡാമേജ് ഇല്ല വലിയായിട്ട് റോസ് ഇരിപ്പില്ലേ അവനെ? അകത്തോട്ട് നോക്കി, അതൊന്ന് കാണിച്ചേ, റോസ് ഒന്ന് കാണിച്ചടാ, അത് കാണിച്ച അറ്റം വലുത് കാണിച്ചേ. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട്. അതേപോലെ തന്നെ മുന്തിരി, നല്ല അടിപൊളി മുന്തിരി എന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത്തിപ്പഴമുണ്ട്. അതേപോലെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. നല്ല സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വാങ്ങാം. ബാ, ഞാൻ തരാം. മതി. ബാക്കി ഇറക്കിയിട്ട് നമുക്ക് കാണാം. അന്നേരം ബാക്കി നമുക്ക് ഇറക്കിയിട്ട് കാണാം. ഓക്കെ, അതെ, റോസാ ചെടിയെ നല്ല അടിപൊളി റോസാണ്. പിടിച്ചോ. ഓക്കെ, ഇവിടുന്ന് വെച്ചങ്ങ് തുടങ്ങാം അല്ലേ? തുടങ്ങാൻ തരാം. അടിപൊളി. അതെന്താണ്ട് അണ്ണാ, ഇത് ഏത് വെറൈറ്റി റോസാണ്? കാശ്മീരി റോസാണ് ആദ്യമായിട്ട് ഇറങ്ങിയേക്കുന്നത്. നല്ലതാണ് കാശ്മീരി റോസ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് പറയണ. ഇന്നത്തെ ദിവസം ഇറങ്ങിക്കോ. ഡബിൾ ഷെയ്ഡ് റോസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല ഫുൾ റോസ് കേട്ടോ. ഈ ഒരു വണ്ണി നിറച്ച റോസ് ഏകദേശം 13,000 കിലോയ്ക്ക് മേളിലുണ്ട് സാധനം. അന്നേരം 16 വരെ വരാം. അതിൻ്റെ ലോഡും അതിൻ്റെ ടോളും ഒക്കെ അടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിലോ വെയിറ്റ് ആണ് ഈ വണ്ടി വഹിച്ചു കൊണ്ട് വന്നതെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. താണ്ടെ ഫുൾ ലോഡാണേ, ഫുൾ ലോഡ് സാധനം. ഇഷ്ടം പോലെ സാധനം. ഓക്കെ, അല്ലാതെ ബട്ടൺ റോസ് അല്ലേ അണ്ണാ? ബട്ടൺ റോസ് ഉണ്ട്, കാശ്മീരി റോസ് ഉണ്ട്. അതേപോലെ തന്നെ താണ്ടെ ആദ്യത്തെ സെറ്റായി ഇറക്കി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അന്നേരം താണ്ടെ ലൈൻ ഇട്ട് സെറ്റായാണ് പ്ലാന്റ് ഇറങ്ങുന്നത്. ഇവിടെ എല്ലാം പ്ലാന്റ് ഇറങ്ങാനുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ ഫുള്ള് വൃത്തിയാക്കി അതിന് ശേഷമാണ് പ്ലാന്റുകളൊക്കെ വെക്കുന്നത്. അതിനകത്ത് താണ്ടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ലോഡ് റോസില്ലേ എന്നുള്ള പരാതി തീരട്ടോ. നല്ല അടിപൊളി ഒരു ലോഡ് റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ നോക്കാം, കാണാം, വാങ്ങാം. ഇത് ഫുള്ള് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഈ പ്ലാന്റ് ഈ ഫുൾ ലോഡ് സാധനം ഇവിടെ ഇറക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഈ പ്ലാന്റ് ഇപ്പോൾ ഇറങ്ങും. അതിനുശേഷം തൊട്ട് നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് ലോഡ് സാധനമുണ്ട്. അതെല്ലാം ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് തുടങ്ങിയാലാ ഫ്രൂട്ടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമുക്ക് താണ്ട ഈ പ്ലാന്റ് ലോഡ് ഇവിടെ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് സമയം പോലെ വന്ന് നോക്കാം, ആവശ്യമുള്ള വാങ്ങാം. അതിന് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങട്ടെ. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താൻ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.